ഞാൻ വല്ല എറണാകുളത്തായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുമായിരുന്നു, ഞാൻ തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് ഒരുപാട് അവസരം കിട്ടുമായിരുന്നു എന്ന് നാളെ പരിതപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എറണാകുളത്ത് കിട്ടുന്ന സൗകര്യങ്ങൾ, തിരുവനന്തപുരത്ത് കിട്ടുന്ന സൗകര്യങ്ങൾ ആർഭാടത്തിനും ആഘോഷത്തിനും വേണ്ടിയിട്ടല്ല, മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ, മെച്ചപ്പെട്ട ആരോഗ്യ ചികിത്സാ അവസരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് നമ്മുടെ മേഖലയിലേക്കും വരണം, എല്ലാ മേഖലയിലേക്കും വരണം. ഇന്നലെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു ചാനൽ ഏറ്റവും വലിയ ഒരു വിവാദ വാർത്തയായിട്ട് പറഞ്ഞത് മലപ്പുറത്ത് കുറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്, അല്ലെ? അല്ലെങ്കിൽ മലബാറിൽ ഇതാ മലബാർ ബജറ്റാണ് എന്നുള്ളതാണ്. പറയുന്ന ചാനലിന്റെ പേര് ജനം TV എന്നാണ്. അത് പറഞ്ഞു കിട്ടി എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമായിട്ട് കാണുകയാണ്. കാരണം പലതുകൊണ്ടും നെഗ്ലക്റ്റഡ് ആണ്. വലിയ രീതിയിൽ ഈ വികസന അനുഭവങ്ങളുടെ താരതമ്യം എടുത്തു നോക്കുമ്പോൾ തൃശ്ശൂരിന് തെക്കോട്ടുള്ള തിരുവനന്തപുരം വരെയുള്ള ജില്ലകളും നമ്മുടെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളും കേരളത്തെ അങ്ങനെ നേർ പകുതിയായി തെക്കും വടക്കുമായിട്ട് വിഭജിച്ചാൽ വലിയ അന്തരമുണ്ട്. ഞാൻ നിയമസഭയിൽ ഈ തവണ വിജയിച്ചു വന്നതിന് ശേഷം ആദ്യം കിട്ടിയ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചും ഈ ഒരു വികസന അനുഭവങ്ങളുടെ താരതമ്യമാണ്. ഓരോ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് കുട്ടികൾ അപേക്ഷിക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ അവിടെ പല സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ കുട്ടികൾ ഫുൾ A+ കിട്ടിയിട്ടും വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ അനുഭവിക്കുകയാണ്. KSRTCയുടെ പശ്ചാത്തലത്തിലാണ് ഞാനത് ഉന്നയിച്ചത് എങ്കിലും എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ അതാണ്. അതിൽ മാറ്റം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിൽ നല്ല സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം. തിരുവനന്തപുരം വിമാനത്താവളത്തിനും കൊച്ചി വിമാനത്താവളത്തിനും കിട്ടുന്ന പ്രാധാന്യം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കരിപ്പൂർ വിമാനത്താവളത്തിനും കണ്ണൂർ വിമാനത്താവളത്തിനും കിട്ടണം. അവിടേക്ക് എലിവേറ്റഡ് ഹൈവേ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, പുതിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവണം, പുതിയ ജില്ലകളും താലൂക്കുകളും അടക്കം മലബാറിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ ജില്ലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വീതം വെക്കുമ്പോൾ മലബാർ പിന്തള്ളപ്പെട്ട പോകാതിരിക്കും. ഞാൻ ആദരണീയനായ ഉസ്താദിന്റെ കേരള യാത്ര അത് നടന്ന അവസരത്തിൽ അതിൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതായിരുന്നു, പുതിയ ജില്ലകൾ ഉണ്ടാവണം. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം നിൽക്കുന്നത്. അതിൽ നിന്ന് കരകയറി ഒന്ന് ട്രാക്കിലാവാൻ കുറച്ച് സമയം എടുക്കുമെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷാലുവാണ്. ഈ 5 വർഷത്തിനകത്ത് കേരളത്തിൽ പുതിയ ജില്ലകൾ ഉണ്ടാവും. എൻ്റെ ഒരു പ്രതീക്ഷയാണ്. ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല, ഞാനൊരു ജനപ്രതിനിധി മാത്രമാണ്. പക്ഷേ എന്നാലും ഈ 5 വർഷത്തിനകത്ത് കേരളത്തിൽ പുതിയ ജില്ലകളും പുതിയ താലൂക്കുകളും നമുക്ക് ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വികസനത്തിന്റെ താരതമ്യത്തിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കുകയുള്ളൂ. അപ്പൊ ആ നിലയിൽ തൃത്താലയിലടക്കം പുതിയ സിവിൽ സർവീസ് അക്കാദമിയും നമ്മുടെ ആശുപത്രികളുടെ വികസനവും ടൂറിസം പദ്ധതികളും കാർഷിക മേഖലയിലെ പദ്ധതികളും ഒക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോഡുകൾ